സ്നേഹരാഗം ഭാഗം 1. അലാറത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നന്ദന ഫോണെടുത്തു. 4:50 അടിച്ച അലാറം ഓഫ് ചെയ്തുകൊണ്ട് അവൾ വീണ്ടും മിഴികളടച്ച് കിടന്നു. ഇനി അലാറം സെറ്റ് ചെയ്തിരിക്കുന്നത് 5:15-നാണ്. 5:15 പതിയെ ആയാൽ മതിയായിരുന്നു എന്ന് അവളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉയർന്നു. എന്നാൽ 5:15 ആകാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. കണ്ണടച്ച് കിടക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അലാറത്തിൻ്റെ ശബ്ദം മുഴങ്ങി. ഇത്ര പെട്ടെന്ന് 5:15 ആയോ എന്ന നിരാശയിൽ അലാറം ഓഫ് ചെയ്തുകൊണ്ട് അവൾ കിടന്നു. അങ്ങനെ തന്നെ കിടക്കാനാണ് അവൾക്ക് തോന്നിയത്. പിന്നെ നേരെ നിവൃത്തിയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റിരുന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് റൂമിൽ നിന്നും വാഷ്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന പാടെ അവൾ ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കുകയും തലയണ നേരെ വെക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്തു. മുടിയിലെ വെള്ളം നന്നായി തോർത്തി കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു. തൻ്റെ ഇടത്തെ കവിളിലെ ചുവന്ന മുഖക്കുരുവിൽ ഒരു നിമിഷം അവളുടെ കണ്ണുടക്കി. പീരിയഡ്സിന് മുന്നേ ഇത്തരം അതിഥികൾ അവളെ തേടിയിരുത്തുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. ചില മുഖക്കുരുകൾ പൊട്ടിയ പാടുകൾ അവളുടെ മുഖത്ത് അവശേഷിച്ച് കിടപ്പുണ്ട്. സിന്ദൂരച്ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് നെറുകയിൽ ചാർത്തിയ ശേഷം നന്ദന വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ആരെങ്കിലും എണീറ്റിരുന്നുവെങ്കിൽ ഹാളിലെ ലൈറ്റുകൾ തെളിയുമായിരുന്നു. കീഹോളിൽ നിന്നും ചാവിയെടുത്ത് അവൾ മുൻവശത്തെ വാതിൽ തുറന്നു. പൂജാമുറി വൃത്തിയാക്കിയതിന് ശേഷം അവൾ വിളക്ക് കൊളുത്തി. പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. എന്നത്തെയും പോലെ എല്ലാവർക്കും നല്ലത് വരുത്തണമേ എന്ന പ്രാർത്ഥനയിൽ അവൾ കൈകൂപ്പി നിന്നു. അവിടെ നിന്നും നേരെ പോയത് കിച്ചണിലേക്കായിരുന്നു. തലേന്നു രാത്രി തന്നെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയതിനാൽ എല്ലാം നല്ല വൃത്തിയിൽ തന്നെ കിടപ്പുണ്ട്. ഓലയും വിറകും വെച്ച് തീപിടിപ്പിച്ച ശേഷം അവൾ വെള്ളത്തിൻ്റെ കലമെടുത്ത് അവൾ അടുപ്പിൽ വെച്ചു. ദോശമാവ് എടുത്ത് ഉപ്പിട്ട് കലക്കി വെച്ചു. ഗ്യാസ് ഓണാക്കി ദോശ ചുടുന്ന ചട്ടിയെടുത്ത് അതിന് മുകളിൽ വെച്ചു. പരിപ്പെടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിലിട്ട് അതും ഗ്യാസിൽ വെച്ചു. പിന്നെ പുളിയെടുത്ത് വെള്ളത്തിലിട്ടു. സാമ്പാറും ദോശയും ഉണ്ടാക്കാനാണ് ഇന്നത്തെ തീരുമാനം. ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നും സാമ്പാറിനുള്ള കഷ്ണങ്ങൾ എടുത്ത് നുറുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുക്കർ വിസിലടിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ അടുപ്പത്ത് വെച്ച വെള്ളം തിളച്ചു. അരിയിടാറായോ പെണ്ണെ? വാതിൽക്കൽ നിന്നും പ്രഭാവതിയുടെ ചോദ്യം കേട്ട് നന്ദന ഒന്ന് തലതിരിച്ചു നോക്കി. ഇടാറായി, വെള്ളം തിളച്ചു. അവൾ മറുപടി പറഞ്ഞതും പ്രഭാവതി സ്റ്റോർ റൂമിൽ പോയി അടുപ്പത്ത് ഇടാൻ അരി അളന്നു കൊണ്ടുവന്ന് അവൾക്കരികിൽ വെച്ചു. പ്രഭാവതി അവിടെ നിന്നും അടുക്കള വാതിൽ വഴി പുറത്തിറങ്ങിയപ്പോൾ നന്ദന അരി കഴുകി അടുപ്പത്തിട്ടു. രാവിലെ എണീറ്റ് തീ കത്തിക്കാനും വെള്ളം വയ്ക്കാനും എല്ലാം തനിക്കറിയാമെങ്കിൽ അതിൽ അരി കഴുകി ഇടാനും തനിക്കറിയാം എന്ന് പറയാനാഞ്ഞെങ്കിലും അതിനുള്ള ധൈര്യം അവൾക്ക് കിട്ടിയില്ല. ഒരിക്കൽ അവൾ അരി കഴുകി വെച്ചതാണ്. അന്നുണ്ടായ പുകിൽ ഇന്നും നന്ദനയുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. പ്രഭാവതിക്കും ചന്ദ്രനും 3 മക്കളാണ്. അർജുൻ, വിവേക്, പൂജ. മക്കളിൽ മൂത്തയാളാണ് അർജുൻ. അതിനു താഴെയാണ് വിവേകും പൂജയും. അർജുൻ്റെ ഭാര്യയാണ് നന്ദന. 4 വർഷങ്ങൾക്ക് മുമ്പാണ് അർജുൻ അണിഞ്ഞ താലിയും കൊണ്ട് നന്ദന മേപ്പാട് തറവാടിലേക്ക് മൂത്ത മരുമകളായി കയറി വരുന്നത്. അർജുൻ എറണാകുളത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. എല്ലാ ശനിയാഴ്ചയുമാണ് അർജുൻ വീട്ടിലെത്തുക. തിങ്കളാഴ്ച രാവിലെ തന്നെ എറണാകുളത്തേക്ക് തിരിക്കുകയും ചെയ്യും. അനിയൻ വിവേക് ദുബായിലെ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. അവന് വേണ്ടി ഒരുപാട് വിവാഹാലോചനകൾ നടത്തിയെങ്കിലും ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല. പൂജ വിവാഹിതയാണ്. ശരത്ത് അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. ശരത്ത് 1 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരാറുണ്ട്. ശരത്തിനും പൂജയ്ക്കും ഒരു മോളുണ്ട്, ഇവ മോൾക്ക് 2.5 വയസ്സേ ആയിട്ടുള്ളൂ. പൂജയും ശരത്തും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. ശരത്തിൻ്റെ വീട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ ദൂരം കാണും. പൂജ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇരുവരുടെയും പ്രണയം നാട്ടിലറിയുന്നത്. അതോടെ വീട്ടിൽ പ്രശ്നമായി. ശരത്ത് വീട്ടിലെ ഏക മകനാണ്. അവൻ്റെ വീട്ടിൽ ആർക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ല. പൂജയുടെ വീട്ടിലും അതേ അവസ്ഥയായിരുന്നു. ശരത്തുമായുള്ള തൻ്റെ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നു മേപ്പാട് തറവാട്ടുകാർക്ക്.
പിന്നീട് ശരത്തിൻ്റെ നിർബന്ധപ്രകാരം പൂജയെ പെണ്ണ് കാണാൻ വന്നു. പൂജ ഇനി വേറെ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് മനസ്സിലായ മേപ്പാട്ട് തറവാട്ടുകാർക്ക് ആ വിവാഹം നടത്തിക്കൊടുക്കേണ്ടി വന്നു. വിവാഹത്തിന് കുറച്ചു നാളുകൾക്ക് മുൻപാണ് ശരത്തിന് അമേരിക്കയിൽ ഒരു കമ്പനിയിൽ ജോബ് ഓഫർ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ശരത്തിന് തിരികെ പോവേണ്ടി വന്നു. ലീവ് കഴിഞ്ഞ് തിരികെ പോകുമ്പോഴേക്കും ഒരു സന്തോഷം അവരെ തേടിയെത്തി. പൂജ ഗർഭിണിയായിരുന്നു. പൂജ അധികവും സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു. ശരത്തിൻ്റെ വീട്ടുകാരുമായി ഒത്തുപോവാൻ അവൾക്ക് കഴിയാറില്ലായിരുന്നു. പ്രത്യേകിച്ചും ശരത്ത് നാട്ടിലില്ലാത്തപ്പോൾ. പൂജയുടെ പ്രസവവും മറ്റും കഴിഞ്ഞാണ് ശരത്ത് നാട്ടിലെത്തിയത്. ശരത്ത് വന്നപ്പോൾ അവളെയും മോളെയും അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശരത്തിൻ്റെ ലീവ് കഴിഞ്ഞു പോകുമ്പോൾ പൂജയെ അവളുടെ വീട്ടിലാക്കാറാണ് പതിവ്. പൂജയുമായി ഒത്തുപോവാൻ ശരത്തിൻ്റെ മാതാപിതാക്കൾക്ക് ആകുമായിരുന്നില്ല. എങ്കിലും 1-2 ദിവസം മോളെയും കൊണ്ട് ശരത്തിൻ്റെ വീട്ടിൽ പോകും പൂജ. പിന്നെ വിശേഷ ദിവസങ്ങളിലും. ഇവമോളുടെ കളിചിരിയിൽ പൂജയ്ക്ക് ഒന്നിനും ഒഴിവ് കിട്ടാറില്ല. അമ്മമ്മയെയും അച്ചച്ചനെയും അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവരാണ് അവളുടെ കുസൃതിക്ക് കൂട്ടുനിൽക്കുന്നത്. ചന്ദ്രൻ സ്കൂൾ മാഷായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം പാടത്തും പറമ്പിലുമൊക്കെ കൃഷി ചെയ്ത് മുന്നോട്ടു പോവുകയാണ്. നന്ദന അടുക്കളയിലെ പണികളെല്ലാം ഒരു വിധം ഒരുക്കി. അതിനിടയിൽ പൂജ കിച്ചണിലെത്തി. അവൾക്ക് രാവിലെ ഒരു ചായ നിർബന്ധമാണ്. ഗുഡ് മോർണിംഗ് ഏട്ടത്തി, പുഞ്ചിരിയോടെ പൂജ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഇവമോൾ എണീറ്റോ? ഇല്ല ഏട്ടത്തി, എണീറ്റിട്ടില്ല. ഏട്ടത്തി ഇന്ന് പോകുന്നില്ലേ? സമയമാവാറായല്ലോ. പോകുന്നുണ്ട്, പുഞ്ചിരിയോടെ നന്ദന പറഞ്ഞ് കിച്ചണിൽ നിന്നും ഇറങ്ങി. പിന്നെ വേഗം മുറ്റവും അകവും അടിച്ചുവാരി മുറിയിൽ നിന്നും തുണികളെല്ലാം എടുത്ത് അലക്കാനിറങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം ഉയർന്നു കേൾക്കുന്നുണ്ട്. തുണികൾ അലക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒന്ന് മാറി നിന്നേ, ഞാൻ ഈ കയ്യും കാലും കഴുകട്ടെ, പ്രഭാവതി ഗൗരവത്തിൽ പറഞ്ഞു. അവൾ വേഗം മാറി നിന്നു. കയ്യും കാലും കഴുകി പ്രഭാവതി പോയതോടെ തുണിയെല്ലാം അലക്കി വിരിച്ച ശേഷം നന്ദന കിച്ചണിലേക്ക് പോയി. ലഞ്ച് ബോക്സ് എടുത്ത് അതിൽ ചോറും ഉപ്പേരിയും കറിയുമാക്കി. പിന്നെ വെള്ളം നിറച്ചു വെച്ചു. ഒരു പ്ലേറ്റ് എടുത്ത് 2 ദോശയും ഇട്ട് സാമ്പാർ ഒഴിച്ച് ചായയും കയ്യിൽ പിടിച്ച് ടേബിളിൽ ചെന്നിരുന്ന് വേഗം കഴിച്ചെണീറ്റു. പ്ലേറ്റും ഗ്ലാസും കഴുകി വെച്ച ശേഷം അവൾ ക്ലോക്കിലേക്ക് നോക്കി. 8:45 ആയിരുന്നു. ചോറുപാത്രവും വെള്ളവും എടുത്ത് അവൾ കിച്ചണിൽ നിന്നും ഇറങ്ങി നടന്നു. 9 മണിക്ക് ഇറങ്ങണം, എന്നാലേ കറക്റ്റ് എത്താൻ പറ്റൂ. 9:30-ക്കുള്ള ബാച്ചിൻ്റെ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും എത്തണം. നന്ദന പോകാൻ റെഡിയാവാൻ തുടങ്ങി. ഒരു നല്ല സാരി എടുത്ത് ധൃതിയിൽ ഉടുത്തു. മുടി നന്നായി പിന്നിയിട്ടു. അവൾക്ക് നല്ല മുടിയുണ്ടായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് അല്പം പൗഡർ ഇട്ട ശേഷം അവൾ കണ്ണെഴുതി. നെറ്റിയിൽ പൊട്ടു തൊടുകയും ഒരു ചെറിയ കുറി വരയ്ക്കുകയും ചെയ്തു. കയ്യിലൊരു വാച്ചെടുത്ത് കെട്ടി. സിന്ദൂരം ശരിയായില്ലേ എന്ന് ഒന്നുകൂടി നോക്കിയ ശേഷം ഒരു നുള്ളു സിന്ദൂരം കൂടി നെറുകയിൽ തൊട്ടു. ചോറും വെള്ളവും ബാഗിൽ വെച്ച് അവൾ ടാഗ് എടുത്ത് അണിഞ്ഞു. സ്റ്റുഡൻസിനായാലും സ്റ്റാഫിനായാലും ടാഗ് ഇല്ലെങ്കിൽ എംഡിക്ക് ദേഷ്യം വരും. ബാഗും തോളിലിട്ട് ഫോണും സ്കൂട്ടിയുടെ കീയും എടുത്ത് മുറിയിൽ നിന്നും അവൾ ഇറങ്ങി. ഞാൻ ഇറങ്ങാ അമ്മേ, ഹാളിൽ നിന്നുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ, അമ്മയുടെ ശബ്ദം അവളുടെ കാതിലെത്തി. അത് കേട്ടതും അവൾ വേഗം ഇറങ്ങി. സീറ്റ് തുറന്ന് ബാഗ് അതിൽ വെച്ചു. ഫോൺ മുന്നിൽ വെക്കാൻ സൗകര്യമുണ്ട്. അവൾ വെറുതെയൊന്ന് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. ഉമ്മറത്തൊന്നും ആരുമില്ല. അവൾ ഹെൽമറ്റ് തലയിൽ വെച്ച് സ്കൂട്ടർ എടുത്തു. പിന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് യാത്ര തുടങ്ങി. നന്ദനയുടെ ഇനിയുള്ള വിശേഷങ്ങൾ അറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണേ.